ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും: എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. എൻ്റെ ആത്മാവേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ, ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ഉഷസ്സിനെ വിളിച്ചുണർത്തണമെങ്കിൽ നമ്മൾ ഉഷസ്സിന് മുൻപേ ഉണർന്നെഴുന്നേൽക്കണം. ഇന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നിയോഗമായിട്ട് സ്വീകരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും കുറച്ച് മടി പിടിച്ച് എവിടെയും ലേറ്റായി എത്തുന്ന കുഞ്ഞുമക്കൾക്കും മനുഷ്യർക്കും വേണ്ടിയാണ്. ഓഫീസിൽ ചിലർ എല്ലാ ദിവസവും ലേറ്റ് ആയിരിക്കും. ഞങ്ങളുടെ സ്കൂളിൽ കുഞ്ഞു സ്കൂളാണ്, 40 കുട്ടികളുണ്ട്. അതിൽ 2 മാതാപിതാക്കൾ മാത്രം, അത് മാതാവ് വന്നാലും പിതാവ് വന്നാലും അവർ മാത്രം ഒരു 5-10 മിനിറ്റ് ലേറ്റ് ആയിരിക്കും. എപ്പോഴും അവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ പറയും ട്രാഫിക് ബ്ലോക്ക് ആണെന്ന്, അതുമല്ലെങ്കിൽ പറയും കുട്ടി ഹോംവർക്ക് ചെയ്തില്ലെന്ന്, ഇനി അതുമല്ലെങ്കിൽ പറയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭക്ഷണം കുഞ്ഞിൻ്റെ ദേഹത്ത് വീണെന്ന്. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു ദിവസം ഞാൻ അവരെ 2 പേരെയും വിളിച്ചിരുത്തി പറഞ്ഞു, നോക്ക്, കാരണങ്ങൾ 100-ലധികം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 1-2 നിമിഷം മതി. എന്നാൽ ആ കാരണത്തിനുള്ള പരിഹാരം, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ, ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടുപിടിക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി മേലിൽ നിങ്ങൾ കാരണങ്ങൾ പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വന്നാൽ മതി, ഞങ്ങളുടെ സമയത്തിന് ഞങ്ങൾ തുറന്നു തരാമെന്ന്. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം അതിലൊരു പേരന്റ് സമയത്തിന് മുൻപേ എത്താൻ തുടങ്ങി. പലപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒന്നും ഒരിടത്തും എത്തിക്കാനായിട്ട് നമുക്ക് കഴിയാതെ വരുന്നത്. ഒരു 19 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും രാവിലെ ഒരല്പനേരം കൂടി കിടന്നുറങ്ങണമെന്നും ശരീരത്തിനൊക്കെ വല്ലാത്ത വേദനയുണ്ടെന്നും ഒക്കെ നമുക്ക് അനുഭവപ്പെടുകയും നമ്മളതിൻ്റെ ഞെരുക്കം അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, തമ്പുരാൻ്റെ ആ സ്നേഹത്തിൻ്റെ തികവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ആ കാരുണ്യനാഥൻ്റെ കൈപിടിച്ചാണ് നമ്മൾ രാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, നമുക്ക് ഒരു പ്ലാനും നമുക്ക് പോകേണ്ട ഒരു പദ്ധതിയും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അവിടുത്തെ കാരുണ്യം, ആകാശത്തേക്കാൾ ഉയർന്ന കാരുണ്യം, മേഘങ്ങളെക്കാൾ ഘനമുള്ള വിശ്വസ്തത, ഇതൊക്കെ നമ്മളെ ഉഷസ്സിന് മുൻപേ വിളിച്ചുണർത്തുകയും ഉഷസ്സിനെ വിളിച്ചുണർത്താൻ നമ്മളെ നിയമിക്കുകയും ചെയ്യും. അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന സ്വഭാവമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനം എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ. നിങ്ങൾ ഉഷസ്സിനെ വിളിച്ചുണർത്തേണ്ടവരാണ്. പ്രഭാതത്തിന് മുൻപ് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ച് ഉഷസ്സിനെ ഉണർത്തേണ്ട നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യരുത്. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഇത്തരം മടികളുള്ള എല്ലാവരെയും തമ്പുരാന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നല്ല യേശോനാഥ, നിന്നോടുള്ള സ്നേഹം ഈ ലോകത്തിൽ ഒരാളെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ ആൾ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ തയ്യാറുള്ളതാണ് ഓരോ മനുഷ്യ വ്യക്തിയും. ആകയാൽ നല്ല നാഥ, നിന്റെ സ്നേഹത്തെ പ്രതി ഞങ്ങളെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും മടിയും പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവവും അങ്ങനെ വെറുതെ ചടഞ്ഞിരിക്കുന്ന സ്വഭാവവും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഓരോ കാര്യത്തിനും അതതിൻ്റെ സമയം നീ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയക്രമം അനുസരിച്ച് ഞങ്ങളുടെ അനുദിന ജോലികളും അനുദിന ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ കൂടി ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.